കഴിഞ്ഞ ദിവസം മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് സൽമാൻ്റെ മേഘയുടെ ആരാധകർക്ക് ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. മേഘയുടെ അമ്മയുടെ പിറന്നാളായിരുന്നു. എന്നാൽ പിറന്നാൾ ദിവസം അമ്മയും മകനും ഒരുമിച്ച് കറങ്ങാൻ പോയതും ഒരുമിച്ച് അടിച്ചു പൊളിച്ചതുമെല്ലാമാണ് പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്നൊരു വാർത്ത. സൽമാൻ ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഈ പിറന്നാൾ ദിവസം മറന്നിട്ടില്ല എന്ന് തെളിയിക്കാനായി മേഘയും സൽമാനും കൂടി ബിന്ദു മഹേഷ് എന്ന മേഘയുടെ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനങ്ങൾ അയച്ചു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേഘയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് തന്നെ വലിയൊരു സർപ്രൈസാണ് ഇപ്പോൾ മേഘയുടെ അമ്മയ്ക്ക് സൽമാൻ നൽകിയിരിക്കുന്നത്. ആ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മകൻ കൂടിയുണ്ട്. മേഘയ്ക്ക് ഒരു അനുജനുണ്ട് എന്നെല്ലാവർക്കും അറിയാം. വളരെ ചെറിയ പ്രായമാണ്. അനുജനും ഇതുപോലെ സീരിയലിൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് അമ്മയുടെ പുതിയ മൂത്ത മകനെക്കുറിച്ച് തന്നെയാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അവർ വളർന്ന സാഹചര്യമായിരിക്കാം, അവരുടെ ചിന്താഗതികളായിരിക്കാം. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകളുടെ ഇഷ്ടം താൻ അംഗീകരിച്ചൊരമ്മ കൂടിയാണത്. അതുകൊണ്ട് തന്നെ സൽമാൻ തൻ്റെ അമ്മയ്ക്ക് സ്നേഹസമ്മാനം അയച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. സൽമാൻ എന്തുമാത്രമാണ് അമ്മമാരോടുള്ള ഇഷ്ടമെന്ന് ഇക്കഴിഞ്ഞ അവരുടെ 1ാം വാർഷികത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. തൻ്റെ 1ാം വിവാഹ വാർഷികം വളരെ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കാതെ, മറിച്ച് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് പാവപ്പെട്ടവർക്ക് ഊണ് കൊടുക്കണമെന്നുള്ള ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. നിങ്ങൾ കാശ് ചിലവാക്കുമ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നുണ്ട്. കാശ് ചിലവാക്കുമ്പോൾ ഇങ്ങനെ ഗംഭീരമാക്കാതെ പകരം ഇത്തരത്തിൽ ഒരു നേരത്തെ ഫുഡ് പാവപ്പെട്ടവർക്കോ ഇങ്ങനെ ആവശ്യമുള്ളവർക്കോ നൽകുന്നത് നല്ല കാര്യമാണ് എന്നും സൽമാൻ ആ ചെയ്തത് വളരെയധികം നല്ല മനസ്സിനുടമയായതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേഗം പ്രശ്നങ്ങളെല്ലാം തീർന്നത്. മേഘയുടെയും സൽമാൻ്റെയും വിവാഹത്തോട് ആദ്യം എല്ലാവർക്കും എതിർപ്പായിരുന്നു. സൽമാൻ്റെ വീട്ടിലും മേഘയുടെ വീട്ടിലുമൊക്കെ എതിർപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെല്ലാവരും ഇവർ രണ്ടുപേരെയും ഏറ്റെടുത്തു. അങ്ങനെയാണ് എല്ലാം. അവർക്ക് സമയം കൊടുക്കണമല്ലോ. പഴയ ആൾക്കാരാണ്. അവരുടെ ചിന്താഗതിക്ക് അത്തരം രീതി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ അവർക്ക് സമയം കൊടുത്തു. ഇപ്പോൾ മേഘയുടെ അച്ഛനും സൽമാൻ്റെ ഉമ്മയും ഒക്കെയും വളരെയധികം ഇവരുമായി അടുപ്പമാണ്. ഇവർ അവിടെ പോയി നിൽക്കുകയും മേഘയുടെ അച്ഛനോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്ത വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സൽമാൻ്റെ ഉമ്മയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നതും ഇവർ സമയം ചിലവഴിക്കുന്നതൊക്കെ തന്നെ. അതും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മേഘയുടെയും സൽമാൻ്റെയും വീഡിയോകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമുള്ള താരങ്ങൾ തന്നെയാണ് ഇരുവരും. അതിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇരുവരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലെ വലിയ ഒരു കാര്യവും. പ്രേക്ഷകർ ഇപ്പോൾ മേഘയെക്കുറിച്ചും സൽമാനെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ വളരെയധികമാണ് വൈറലായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.